എല്ലാ വിദ്യാർത്ഥികളെയും BSSC IT-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാഠഭാഗം എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. ഈ പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ ഓൾറെഡി ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് റെഫറൻസ് ടേബിൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് ജസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റിംഗ് എന്താണെന്ന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഒരു കസേര നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. തടി കൊണ്ടുള്ള ഒരു കസേര നിങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ആ കസേര ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കസേര ഉണ്ടാക്കുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല, അതായത് സമ്പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. എന്നാലും ഒരു ഏകദേശ ധാരണ ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എത്രത്തോളം മെറ്റീരിയൽ വേണം. അതായത് ഇപ്പം ഈ നമ്മുടെ കസേര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തടി, ആണി, ആ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് കുഷ്യൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ. സോ എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളത്, അതുപോലെ തന്നെ എത്രത്തോളം മെറ്റീരിയലാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ ആദ്യം ഉണ്ടാവണം. രണ്ടാമത് ഉണ്ടാവേണ്ടത്, ഈ കസേര ചെയ്തു വരുമ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം ചിലവാകാൻ സാധ്യതയുണ്ട്. ആ പൈസ നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കസേര ഉണ്ടാക്കുന്നതിൻ്റെ ജോലി നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഈ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ഈ കസേര ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വുഡുണ്ട്, ആണി വേണം, അതുപോലുള്ള സാധനങ്ങൾ. ആ സാധനങ്ങളുടെ വില നമുക്ക് ചിലവാകും. അതിനൊപ്പം തന്നെ ഈ കസേര നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് കസേരയുടെ അടുത്ത് തന്നെ ഉണ്ടാകും പറഞ്ഞാൽ ഉണ്ടാവില്ല. അതിന് നമുക്കൊരു വർക്കർ ആവശ്യമുണ്ട്. സോ ആ വർക്കർ, അദ്ദേഹത്തിൻ്റെ ലേബർ ഉണ്ടാവും, അതായത് കൂലി, അതും ഉണ്ടാവും. ഈ മെറ്റീരിയലിന് ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ തടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, നമ്മൾ വാങ്ങുന്ന മെറ്റീരിയലിന് ആവശ്യമായിട്ടുള്ള ചിലവിനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിർത്തുന്ന വർക്കറിന് ആവശ്യമായിട്ടുള്ള ചിലവിനെയാണ്, അദ്ദേഹത്തിൻ്റെ കൂലിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ടോട്ടലാവുന്ന ചിലവ് വരുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും ആദ്യം പറഞ്ഞത് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽ വേണം, എത്രത്തോളം വുഡ് വേണം, എത്രത്തോളം അളവിൽ ആണി വേണം എന്നുള്ളത്, പ്ലസ് എത്ര ചിലവാകും. ഇതെല്ലാം സംഘടിപ്പിച്ച് വരുമ്പം ഈ കസേര പണി തീർന്നു കഴിയുമ്പോൾ എത്ര ചിലവാകും. ഈ രണ്ട് കാര്യങ്ങളും, എത്രത്തോളം മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് വേണം, അതുപോലെ തന്നെ എത്ര ചിലവാകും, ഈ രണ്ട് കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു കസേര ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ആശുപത്രി വയ്ക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ബ്രിഡ്ജ് പണിയുന്നതായിരിക്കും. ആ സമയത്തെല്ലാം നമ്മൾ ഏകദേശം ഒരു കാര്യങ്ങൾ, എത്രത്തോളം മെറ്റീരിയൽ വേണ്ടി വരും ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടാക്കി തീരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ഏകദേശം ചിലവാകാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, എത്ര രൂപ ചിലവാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു മൂലധനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പണി തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ പൈസ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കണമല്ലോ. സോ ഈ രണ്ട് ത്തിൻ്റെയും ഒരു ഏകദേശ ധാരണ അല്ലെങ്കിൽ ഏകദേശ കണക്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റിംഗ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് പ്രൈസ് കാറ്റലോഗ് എന്താണെന്ന് ആദ്യം പഠിക്കണം. പ്രൈസ് കാറ്റലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ബുക്കാണ്. ഒരു എസ്റ്റിമേഷൻ ചെയ്യുന്ന ആരാണോ അയാളുടെ കയ്യിലുണ്ടാകുന്ന ബുക്കാണ്. ആ ബുക്കിൻ്റെ അകത്ത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വിവിധ നമ്മുടെ ജോലി തീർക്കാൻ ആവശ്യമായിട്ടുള്ള, നമ്മുടെ സാധനം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് കാറ്റലോഗിൻ്റെ, ഇപ്പം ഒരു കസേര ഉണ്ടാക്കുന്നതിൻ്റെ പ്രൈസ് കാറ്റലോഗ് ആണെങ്കിൽ, ആ പ്രൈസ് കാറ്റലോഗ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം സീരിയൽ നമ്പർ 1 എന്നിട്ട് എന്തുണ്ടാവും, വുഡ് എന്നുണ്ടാവും. എന്നിട്ട് അതിൻ്റെ റേറ്റ് ഉണ്ടാവും. നീളത്തിനനുസരിച്ചാണെങ്കിൽ 1 മീറ്ററിന് ഇത്ര രൂപ വെച്ച് വേണം എന്നുള്ളൊരു നിരക്ക് ഉണ്ടാവും. തടിയുടെ 1 മീറ്റർ നീളത്തിന് ഇന്ന സൈസിൽ ഇത്ര രൂപയാവും
1 മീറ്റർ നീളത്തിന് 50 രൂപയാവും. ആ നിരക്കിലാണ് തടി വരേണ്ടത്. 1 മീറ്റർ നീളത്തിന് 50 രൂപയാണെങ്കിൽ 2 മീറ്റർ നീളത്തിന് എത്ര രൂപയാവും? 100 രൂപയാവും. സോ 1 മീറ്റർ നീളത്തിന് ഇത്ര രൂപയാവും എന്നുള്ള ആ നിരക്ക്, റേറ്റ്, അതിനെയാണ് നമ്മൾ, ആ റേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് കാറ്റലോഗ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസിൻ്റെ റേറ്റ്, നിരക്ക്, ഓക്കെ, അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ്. ആദ്യത്തേൽ പ്രൈസ് കാറ്റലോഗിൽ നമ്മുടെ മെറ്റീരിയൽസ്, ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റുകളാണ്, നിരക്കുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഈ ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് തന്നെയാണ്. ആ ബുക്കിൻ്റെ അകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഒരു കെട്ടിടം പണിയാൻ ആളെ നിർത്തുകയാണെങ്കിൽ മേസ്ത്രിക്ക് ഇത്ര രൂപയാണ്, ഒരു ദിവസം കൊടുക്കേണ്ട ചിലവ് ഇത്രയാണ്. അതുപോലെ തന്നെ കയ്യാളായിട്ട് നിൽക്കുന്ന ആൾക്ക് ഒരു ദിവസം കൊടുക്കേണ്ട രൂപ ഇത്രയാണ്. അതുപോലെ തന്നെ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന ആൾക്ക് ഒരു ദിവസം കൊടുക്കേണ്ട രൂപ ഇത്രയാണ്. ആ ഒരു റേറ്റ് എഴുതി ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്ക്ലെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത്, ഇത് അത്രത്തോളം ചോദിച്ച് കണ്ടിട്ടില്ലാത്ത കാര്യമാണ്, എന്നാലും നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഡിറ്റർമിനേഷൻ ഓഫ് കണ്ടക്ടർ സൈസ്. ഈ നമ്മൾ വീട് വയ്ക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രധാന ജോലിയാണ്, ഒരുപാട് ജോലി വരും, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാന ജോലിയാണ് വയറിങ്. സോ നമ്മൾ വയറിങ് നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വയറുണ്ടല്ലോ, ആ വയറിൻ്റെ അകത്ത് നമ്മൾ ഇൻസുലേഷൻ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ചെമ്പ് കമ്പി കാണാൻ സാധിക്കും. അതിനെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്, അവിടുത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത്. ആ കണ്ടക്ടർ എത്ര സൈസിൽ നമുക്ക് ആവശ്യമാണെന്ന് ഉള്ള കാര്യം, അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ ഭാഗം വരുന്നത്. സോ കണ്ടക്ടർ സൈസിനെ, നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്പ് കമ്പിയുടെ വണ്ണത്തിന് അല്ലെങ്കിൽ സൈസിനെ 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഒന്ന് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി. ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. സോ അവിടെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, താഴെ പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു വീടെടുത്താൽ പോലും അതിൻ്റെ അകത്ത് മെയിൻ സർക്യൂട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ സബ് സർക്യൂട്ട് ഉണ്ടാവും. ഈ മെയിൻ സർക്യൂട്ടിൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കൂടുതൽ വണ്ണമുള്ള കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ സബ് സർക്യൂട്ടിൽ, മെയിൻ സർക്യൂട്ടിൽ സബ്ബായിട്ട് വരുന്ന സർക്യൂട്ടുകളിൽ നമുക്ക് ഈ മെയിൻ സർക്യൂട്ടിൽ വരുന്ന അത്രത്തോളം എന്തുണ്ടാകത്തില്ല, കറണ്ട് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കുറച്ച് കണ്ടക്ടർ സൈസ് മതിയാവും. സോ ആദ്യം തന്നെ ഒരു വീട്ടിലൊരു ഒരാൾ വയറിങ് ചെയ്യുമ്പോൾ എവിടെയാണ് മെയിൻ സർക്യൂട്ട് വരുന്നത്, എവിടെയാണ് സബ് സർക്യൂട്ട് വരുന്നതെന്ന് അയാൾ നിർണ്ണയിക്കും. ആ ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾ ആദ്യം നിർണ്ണയിക്കാൻ പോകുന്നത് വീട്ടിൻ്റെ എവിടെയാണ് മെയിൻ സർക്യൂട്ട് വരുന്നത്, എവിടെയാണ് സബ് സർക്യൂട്ട് വരുന്നതെന്ന് ആദ്യം എന്ത് ചെയ്യും? അയാൾ നിർണ്ണയിക്കും. എന്നിട്ട് മെയിൻ സർക്യൂട്ട് വരുന്നിടത്ത് കുറച്ചുകൂടെ വണ്ണമുള്ള കണ്ടക്ടർ ഉപയോഗിക്കുകയും, അതുപോലെ തന്നെ സബ് സർക്യൂട്ട് വരുന്നിടത്ത് നമുക്ക് കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞ കണ്ടക്ടർ ഉപയോഗിക്കുകയും ചെയ്യും. എല്ലായിടത്തും നമ്മൾ ഒരേ സൈസിലുള്ള കണ്ടക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സബ് സർക്യൂട്ട് വരുന്നിടത്ത് അത്രത്തോളം കറണ്ട് വരാത്തടുത്ത് നമുക്ക് അത്രത്തോളം വലിയൊരു കണ്ടക്ടറിൻ്റെ ആവശ്യകതയില്ല. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ സൈസ് അവിടെ നമ്മൾ കുറയ്ക്കുമ്പോൾ അതിൻ്റെ ചിലവ് നമുക്ക് എന്ത് ചെയ്യും? കുറയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ എനി സർക്യൂട്ട് ദ വാല്യൂ ഓഫ് ദ കറണ്ട് വിൽ ബി മോർ ആസ് കമ്പയർഡ് ടു ദ സബ് സർക്യൂട്ട്. ഒരു മെയിൻ സർക്യൂട്ടിൽ സബ് സർക്യൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇൻ സബ് സർക്യൂട്ട് ആസ് ലോഡ് ഇൻക്രീസസ് കറണ്ട് ഈസ് ഓൾസോ റെഡ്യൂസ്ഡ്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്, ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. കറണ്ട് കുറവായിരിക്കും സബ് സർക്യൂട്ടിൽ. സോ അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ സൈസ്, അതായത് കോപ്പർ വയറിൻ്റെ വണ്ണം എന്ത് ചെയ്താൽ മതി? കുറച്ച് മതി, ചെറിയ ക്വാളിറ്റിയുള്ള സാധനം ഉപയോഗിച്ചാൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ്. കണ്ടക്ടറിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സർക്യൂട്ടാണോ സബ് സർക്യൂട്ടാണോ എന്നാണ്. മെയിൻ സർക്യൂട്ട് ആണെങ്കിൽ വണ്ണമുള്ള കണ്ടക്ടർ ഉപയോഗിക്കും, കാരണം വലിയ കറണ്ട് ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ സബ് സർക്യൂട്ട് ആണെങ്കിൽ വണ്ണം കുറഞ്ഞ കണ്ടക്ടർ ഉപയോഗിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ കണ്ടക്ടർ ഉപയോഗിച്ചാൽ മതി. അതായത് കറണ്ട് കുറവാണ്, അവിടെ വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ അതുപോലെ തന്നെ അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പാണ്. എത്രത്തോളം വോൾട്ടേജ് ഡ്രോപ്പ് അനുവദീയമാണ്. നമുക്കറിയാം, നമ്മൾ ഓംസിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ കണ്ടക്ടറിനും എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിന് കാരണം കുറച്ച് വോൾട്ടേജ് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ തടയുന്ന ഒരു കാര്യത്തിനാണ്. ഒരു മെറ്റലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ മെറ്റൽ ആ കറണ്ടിനെ തടയുന്ന ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ റെസിസ്റ്റൻസ് കാരണം എന്ത് ചെയ്യും, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. റെസിസ്റ്റൻസ് കാരണം വോൾട്ടേജിന് എന്തുണ്ടാവും, കുറവുണ്ടാവും. സോ അതാണ് രണ്ടാമത്തെ കൺസിഡറേഷൻ. എത്രത്തോളം വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വയറിങ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ സാധനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടെ നമ്മൾ ഈ കണ്ടക്ടറിൻ്റെ സൈസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഉപയോഗിക്കാറുണ്ട്. സോ അതാണ് അടുത്ത് പറയുന്നത്. ഇനി എൻ്റെ അകത്ത് ഓംസ് ലോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഇനി അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പെർമിഷൻ സൈസ്. ഓക്കെ, ഇതൊന്ന് കാണാതെ പഠിച്ച് വെച്ചിരുന്നാൽ മതി. വയറാണെങ്കിൽ ദ ഏരിയ ഓഫ് അലുമിനിയം വയർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 സ്ക്വയർ mm ഏരിയയാണ് പറയുന്നത്. സോ ഇത് കാണാതെ പഠിച്ച് വയ്ക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റത്തില്ല. മിനിമം പെർമിഷൻ സൈസ് ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. ഓക്കെ, ഈ ഫുൾ ഭാഗം കണ്ടക്ടറിൻ്റെ സൈസ് അങ്ങനെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുക. സോ ഇതൊന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കുക. അലുമിനിയം വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ വയർ കട്ട് ചെയ്യുമ്പോൾ കാണുന്ന റൗണ്ട് ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയനാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 സ്ക്വയർ mm ആയിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് സിംഗിൾ സ്റ്റാൻഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 mm ഡയമീറ്റർ. ഈ വയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒറ്റ നാര് മാത്രമായിരിക്കില്ല ഉണ്ടാവുക, ഒന്നിലധികം നാരുകളുണ്ടാവും. ഈ വയറിൻ്റെ ഇൻസുലേഷൻ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വയറിൻ്റെ ഇൻസുലേഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലധികം നാരുകൾ കാണും. ആ നാരുകളെയാണ് സ്ട്രാൻഡുകളെന്ന് പറയുന്നത്. സോ ഈ സ്ട്രാൻഡുകളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഏരിയ 1.5 സ്ക്വയർ mm ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു സ്ട്രാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കണം, 1.4 mm ആയിരിക്കണം. സോ നമുക്കറിയാം ഒരു കാര്യമുണ്ട്, റെസിസ്റ്റൻസ് എപ്പോഴാണ് കുറവായിരിക്കുന്നത്, കണ്ടക്ടറിൻ്റെ വണ്ണം കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റെസിസ്റ്റൻസ് കുറഞ്ഞിരുന്നത് നല്ലതാണ്, ഒരു വയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വണ്ണമുള്ള വയർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് മെക്കാനിക്കലായിട്ട് എന്താണ്, ഇമ്പോസിബിളാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലവും കൂടുതലാണ്. സോ ഈ ഒരു കാര്യം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷേ നേരത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യാത്തത്. സോ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ നിമിയുടെ മോക്ക് ടെസ്റ്റ് ആപ്പിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമ്മുടെ നിമിയുടെ മോക്ക് ടെസ്റ്റ് ആപ്പിലുണ്ടായിരുന്ന മിക്ക ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമുല ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുലയാണ് ഈ ഫോർമുല. അത് പറയുന്ന വേറെ ഒന്നുമല്ല, കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആയിരിക്കും. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആയിരിക്കും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് റേറ്റിനാണ് നോക്കേണ്ടത്. റേറ്റ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ ക്വാണ്ടിറ്റി എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആദ്യം വരുന്നത് റേറ്റ് ആയിരിക്കും. നമ്മുടെ ഈ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് തരുന്നത് റേറ്റ്, നിരക്കായിരിക്കും തരുന്നത്. ആ നിരക്കിൽ നിന്നാണ് നമുക്ക് ക്വാണ്ടിറ്റി എന്താണെന്നുള്ള സൂചന കിട്ടുന്നത്. ഓക്കെ, റേറ്റിൽ നിന്നാണ് നിരക്കിൽ നിന്നാണ് ക്വാണ്ടിറ്റി എന്താണെന്നുള്ള സൂചന കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു കടയിലോട്ട് പേന വാങ്ങാൻ പോയെന്ന് വിചാരിക്കുക. ഓക്കെ, പേന വാങ്ങാൻ പോയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കുറച്ച് പേന വാങ്ങണം. അപ്പോൾ നിങ്ങൾ കടക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പേനയുടെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേനയുടെ നിരക്ക് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, കടക്കാരൻ പറയും ഒരു പേനയ്ക്ക് 10 രൂപയാണ്. അതിനാണ് ഞാനിവിടെ റേറ്റ്, ഇതാണ് റേറ്റ്, ഇതാണ് പേനയുടെ വിലയുടെ നിരക്ക്. അയാൾ പറയും പേനയുടെ റേറ്റ് ഇതാണ്, നിരക്ക് ഇതാണ്, ഒരു പേനയ്ക്ക് 10 രൂപ, അതായത് ₹10 പെർ പെൻ. ഒരു പേനയ്ക്ക് 10 രൂപ എന്ന് പറയുന്നതിന് നമ്മൾ മാത്തമാറ്റിക്കൽ എഴുതുന്നതാണ് RS10. RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 rupees അങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ ₹10 പെർ പെൻ. ഓരോ പേനയ്ക്കും 10 രൂപയാണ് ചിലവ്. സോ ഇതാണ് പേന വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിരക്കായിട്ട് നിങ്ങളടുത്ത് പറയുന്നത്. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിരക്കിന് നിങ്ങളൊന്നും കൂടെ ക്ലിയർ ആയിട്ട് വായിക്കുക, ₹10 പെർ പെൻ. ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന സാധനമാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ ഇവിടെ പച്ച റൗണ്ടിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്.
സ്ലാഷ് കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് ക്വാണ്ടിറ്റി നിർണ്ണയിക്കുന്നത്. ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ കിടക്കുന്നത്? ₹10 പെർ പെൻ. സോ എത്ര പേനയുണ്ടെന്നാണ് ക്വാണ്ടിറ്റിയുടെ. എത്ര പേനയുണ്ടോ അതിനെ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. സോ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഇത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ദയവ് ചെയ്ത്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ പോയിട്ട് നമ്മൾ പേന വാങ്ങാൻ പോകുമ്പോൾ, ചേട്ടാ പേനയുടെ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ₹10 പെർ പെൻ. ഓരോ പേനയ്ക്കും 10 രൂപയാണെന്ന് പറയും. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ₹10 പെർ പെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേന ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ടോട്ടൽ ചിലവാകാൻ പോകുന്നതിൻ്റെ ഒരു വില നമുക്ക് കിട്ടത്തുള്ളൂ. സോ അവിടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേനയുടെ എണ്ണമാണ്, നമ്പർ ഓഫ് പെൻ ആണ് അവിടെ ക്വാണ്ടിറ്റി. കാരണം റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓരോ പേന ഇത്ര രൂപയെന്നാണ്. സോ എത്ര പേന ടോട്ടൽ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റി എത്ര പേന ഉണ്ടെന്ന് ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം 15 പേനയാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എത്ര പേനയാണ് വാങ്ങിച്ചത്? 15 പേന ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം റേറ്റ് നമുക്കറിയാം ₹10 പെർ പെന്നാണ്. സോ പേനയുടെ എണ്ണമാണ് ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞ് നിങ്ങളുടെ നിരക്ക് 10 രൂപയാണ് ഓരോ പേനയ്ക്ക്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേനയാണ് ആവശ്യം. 15 പേനയാണ് ആവശ്യം. സോ ഇനി കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഫോർമുല എന്താണ്? കോസ്റ്റ് സമം ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. സോ ക്വാണ്ടിറ്റി എത്രയാണ്? 15 പേനയാണ്. ഒരു പേനയുടെ വില എത്രയാണ്? 10 രൂപയാണ്. 15 × 10 എത്ര എന്ന് കിട്ടും? 150 എന്ന് കിട്ടും. സോ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു കടയിൽ പോയി പേന വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു പേനയുടെ വില എത്രയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾ 10 പേന വാങ്ങിച്ചാലും 15 പേന വാങ്ങിച്ചാലും 50 പേന വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കിട്ടാൻ പറ്റത്തുള്ളൂ. സോ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഞാനിവിടെ പറയാം. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കും, ഇനി ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ അത് റേറ്റ് പറഞ്ഞിരിക്കുന്നത് ₹20 പെർ kg ആണെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഗസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. റേറ്റ് തന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി എന്താണ് കണ്ടുപിടിക്കണമെന്നുണ്ട് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവണം. അതിനുവേണ്ടി യൂണിറ്റ് അറിയണം. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ്, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് റേറ്റ് നിരക്ക് പറഞ്ഞിരിക്കുകയാണ് ഓരോ കിലോഗ്രാമിനും 20 രൂപ, അല്ലെങ്കിൽ ₹20 പെർ kg. ഈ kg എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? മാസിൻ്റെ യൂണിറ്റാണ്. അതായത് അവിടെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുമോ? എല്ലാ ക്വസ്റ്റ്യനിലും റേറ്റ് തന്നിരിക്കും, നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരുന്നത്? ക്വാണ്ടിറ്റി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പേനയുടെ എണ്ണമായിരുന്നു ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഇവിടെ എന്താണ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നതെന്ന് അറിയണമെങ്കിൽ ഞാനിവിടെ ഈ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്ന സാധനം നോക്കുക. എപ്പോഴും ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ റേറ്റിൻ്റെ അകത്ത് സ്ലാഷ് ഇടഞ്ഞിട്ട് കിടക്കുന്ന യൂണിറ്റ് നോക്കുക. ഇവിടെ റേറ്റിൻ്റെ അകത്ത് റേറ്റ് പറയുന്നത് ₹20 പെർ kg. ഒരു kgക്ക് 20 രൂപ. ഇവിടെ kg എന്ന് പറഞ്ഞാൽ എന്താണ്? മാസാണ്. മാസാണ്. സോ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഈ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണ്, ഇപ്പോൾ ഒരു ഇരുമ്പ് ഗോളം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഗോളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ വിലയാണ് നിരക്ക് ₹20 പെർ kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുമ്പ് ഗോളം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചിലവാകണമെന്ന് അറിയണമെങ്കിൽ ആ ഇരുമ്പ് ഗോളത്തിൻ്റെ മാസ് എത്രയാണെന്ന് അറിയണം. ഇപ്പോൾ ആ ഇരുമ്പ് ഗോളത്തിൻ്റെ മാസ് 100 കിലോ ആണെങ്കിൽ 100 × 20 എത്രയാണ്? 2000 രൂപയെന്ന് കിട്ടും. 100 × 20 2000 രൂപയെന്ന് കിട്ടും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് റേറ്റ് വന്നിരിക്കുന്നത് ₹100 പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. വെറുതെ പറഞ്ഞേക്കാണ് റേറ്റ് എത്രയാണ്? ₹100 പെർ മീറ്റർ സ്ക്വയർ എന്ന് വിചാരിക്കുക. ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ലാഷ് കഴിഞ്ഞിട്ട് എന്താ കിടക്കുന്നതെന്ന് നോക്കുക. സ്ലാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയാണ്. ഇതിങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ചുമരുണ്ട്, ആ ചുമരിൻ്റെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹100 പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓരോ മീറ്റർ സ്ക്വയറിനും എന്താണ്? 100 രൂപ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചുമര് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര രൂപ ചിലവാകും? സോ അവിടെ എന്താണ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? സ്ലാഷ് കഴിഞ്ഞിട്ട് എന്താ കിടക്കുന്നത്? മീറ്റർ സ്ക്വയർ ആണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുമരിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ചതുരത്തിലുള്ള ചതുരാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നീളവും വീതിയും തന്നേക്കും. സോ ആ നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോൾ ആ ടോട്ടൽ ചുമരിൻ്റെ ഏരിയ കിട്ടും.
ആ ഏരിയ ആയിരിക്കും നമ്മൾ അവിടുത്തെ ക്വാണ്ടിറ്റി. സോ ഞാൻ ഇത്രയും നേരം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോയിൻ്റേ പറഞ്ഞുള്ളൂ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഇൻറ്റു എന്താണ്? റേറ്റാണ്. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റാണ് എന്ത്? കോസ്റ്റ്. ഇതിൽ റേറ്റ് തന്നിരിക്കുന്നത് എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റേറ്റിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? ക്വാണ്ടിറ്റി എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് പറഞ്ഞത്. സോ ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ഓഫ് MS റോഡ്? MS റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കാർബൺ സ്റ്റീലിൻ്റെ വേറൊരു പേരാണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മൈൽഡ് സ്റ്റീൽ റോഡ്. MS റോഡ് എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ റോഡ്, ഡയമീറ്റർ 50 mm ആൻഡ് ലെങ്ത്ത് 50 mm. ഒരു റോഡുണ്ട്, മൈൽഡ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ദണ്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേഷൻ കോസ്റ്റാണ് കണ്ടുപിടിക്കാൻ വന്നിട്ടുള്ളത്. ആ ദണ്ടിൻ്റെ ഡയമീറ്റർ, അതായത് വണ്ണം 50 mm, അതുപോലെ തന്നെ അതിൻ്റെ നീളം 500 mm, ലെങ്ത്ത് 500 mm ആണ്. ഇഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ₹80 per kg. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് കിടക്കുന്നുണ്ടോ? Rs 80 per kg റേറ്റ്. ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദ MS റോഡ് ഈസ്, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ റോഡ് ഈസ് 7.8 g/cm³. ഈ മെറ്റീരിയൽ മൈൽഡ് സ്റ്റീൽ റോഡ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മൈൽഡ് സ്റ്റീൽ റോഡിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 7.8 g/cm³. ലേത്ത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ കമ്പോണൻറ്റ് ഈസ് 1 മണിക്കൂർ 30 മിനിറ്റ്. ലേത്ത് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Rs 80 per മണിക്കൂർ, പെർ അവർ. ഈ ലേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു മെഴുകുതിരി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നഖം ഉപയോഗിച്ച് ആ മെഴുകുതിരിയെ ചുരണ്ടി ആ മെഴുകുതിരിയിൽ നിന്ന് കുറേ മെറ്റീരിയൽ മാറ്റിയതിന് ശേഷം ആ മെഴുകുതിരിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കാൻ പറ്റും. ഇതേ സാധനം, ഇതേ പ്രോസസ്സ് മെറ്റൽ, സ്റ്റീലൊക്കെ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ പുറത്തുനിന്ന് നമുക്ക് കുറേ മെറ്റീരിയലിനെ ചുരണ്ടി മാറ്റി ആ സ്റ്റീലിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലാക്കി തരുന്ന ഒരു വലിയ മെഷീൻ്റെ പേരാണെന്ത്? ലേത്ത്. LATHE, ലേത്ത്. ഈ ലേത്ത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സ്റ്റീലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ റോഡിൻ്റെ രൂപത്തിലോ, ഇവിടെ റോഡിൻ്റെ രൂപമാണ് പറയുന്നത്. സോ ആദ്യം ഈ സ്റ്റീൽ വരുന്നത് വേറെ എന്തെങ്കിലും രൂപത്തിലായിരിക്കും. ആ രൂപത്തിൽ വരുന്ന സ്റ്റീലിനെ നമ്മൾ ഈ ലേത്ത് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ റോഡ്, അതായത് റൗണ്ട് രൂപത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാക്കി എടുക്കും. ഇത് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സ്റ്റീലിൽ നിന്ന് കുറേ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് നമ്മൾ ചുരണ്ടി ഒരു പ്രത്യേക ഷേപ്പ് ആക്കില്ല. അതുപോലെ ഈ സ്റ്റീലിൻ്റെ പുറത്തുനിന്ന് കുറച്ചായിട്ട് സ്റ്റീലിൻ്റെ കുറച്ച് ഭാഗം അടർത്തി മാറ്റി എന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്ന ആ മെഷീനാണ് എന്ത് പറയുന്നത്? ലേത്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MS റോഡുണ്ട്. ആ MS റോഡാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ MS റോഡിൻ്റെ ഡയമീറ്റർ 50 mm, അതായത് അതിൻ്റെ വ്യാസം 50 mm, അതിൻ്റെ നീളം 500 mm ആയിരിക്കണം. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്. ആ മൈൽഡ് സ്റ്റീലിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹80 per kg, അതായത് ഓരോ കിലോയ്ക്കും 80 രൂപയാണ് മൈൽഡ് സ്റ്റീലിൻ്റെ വില. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.8 g/cm³. അതെന്തിനാണ് തന്നേക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി ലേത്ത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ കമ്പോണൻറ്റ് ഈസ്, ഈ ലേത്തിൽ എത്ര സമയം കൊണ്ടാണ് ഈ മൈൽഡ് സ്റ്റീലിനെ കുറേ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള റൗണ്ടാക്കി മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൈൽഡ് സ്റ്റീലിനെ ലേത്തിൽ വെച്ചിട്ട് ലേത്ത് പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള 50 mm ഡയമീറ്ററും 500 mm നീളമുള്ള റോഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ദണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു. സോ ഓരോ മണിക്കൂറിനും ലേത്ത് പ്രവർത്തിക്കുന്നതിന് 80 രൂപ ചിലവാകും. ലേത്ത് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. സോ അത് ലേത്ത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തൊഴിലാളി വേണം, അയാളുടെ ചിലവ്, കൂലി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഓരോ മണിക്കൂറിൽ 80 രൂപ വെച്ചിട്ട് എന്ത് വരുന്നുണ്ട്? ലേത്തിന് ചിലവ് വരുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ട് ഓരോ മണിക്കൂറിനും 80 രൂപയാണ്.
സോ തന്നേക്കുന്ന ഇതെല്ലാം വെച്ചിട്ട്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പടത്തിൽ തന്നേക്കുന്ന പോലെ 50 mm ഡയമീറ്ററും 500 mm നീളമുള്ള ദണ്ട് അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചിലവാകുമെന്നാണ് ചോദ്യം. സോ ഡയമീറ്റർ D തന്നിട്ടുണ്ട്. ആദ്യം തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഡയമീറ്റർ D തന്നിട്ടുണ്ട് 50 mm. റേഡിയസ് അപ്പോൾ എത്രയായിരിക്കും? ഡയമീറ്റർ 50 mm ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 50/2 25 mm. 50/2 25 mm ആയിരിക്കും. നീളം എത്രയാണ്? 500 mm. ഓക്കെ, ഇനി ഇവിടെ ഞാൻ അടുത്ത് താഴെ സെൻറ്റിമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. R എന്താണ്? റേഡിയസ് 25 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു സെൻറ്റിമീറ്ററിനകത്ത് 10 mm ആണ് വരുന്നത്. 10 ചെറിയ കോളമല്ലേ വരുന്നത് നമ്മുടെ സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ mm സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഭാഗിച്ചാൽ മതി. സോ റേഡിയസ് നമുക്കിവിടെ കിട്ടിയത് ഇവിടെ. റേഡിയസ് നമുക്കിവിടെ 25 mm ആണ് കിട്ടിയത്. അത് 50 mm പകുതിയാണ്. ഇനി അതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 10 കൊണ്ട് ഭാഗിച്ചാൽ മതി. ഓക്കെ, R 2.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതുപോലെ തന്നെ 500 mm 10 കൊണ്ട് ഭാഗിച്ചാൽ 50 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഇതിനെ സെൻറ്റിമീറ്ററിലാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന ഡെൻസിറ്റിയാണ് കാരണം. ഈ സാധനമാണ് കാരണം. ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് ആരോ വെച്ച് കാണിച്ചിരിക്കുന്ന സാധനം, അത് ആ സിമ്പലിൻ്റെ പേര് റോ എന്നാണ്. ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്ന സിമ്പലാണ്, സാന്ദ്രതയെ സൂചിപ്പിക്കുന്ന സിമ്പലാണ്. സാന്ദ്രത വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ 7.8 g/cm³ നടക്കുന്നത്. അവിടെ നീളത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മേളിൽ എല്ലായിടത്തും മില്ലിമീറ്ററിൽ കിടന്നതെല്ലാം എന്തിലോട്ട് മാറ്റിയത്? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയത്. ഡെൻസിറ്റിയിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ കിടന്നുകൊണ്ടാണ് നമ്മൾ റേഡിയസും ലെങ്ത്തും എല്ലാം എന്തിലോട്ട് മാറ്റിയത്? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയത്. ഇനി ലേത്തിൻ്റെ ടൈം ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 30 മിനിറ്റാണ്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ അവിടെ 1.5 മണിക്കൂർ എന്ന് എഴുതിയിരിക്കുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റിന് നമുക്ക് 1.5 മണിക്കൂർ എന്ന് എഴുതാൻ പറ്റും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ 1.5 മണിക്കൂർ. അരയെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറിന് 2.5 മണിക്കൂർ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ 5.5 മണിക്കൂറാണെങ്കിൽ 5.5 മണിക്കൂർ എന്ന് എഴുതാം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. 1.5 മണിക്കൂറാണ് ഇവിടെ. സോ 1.5 മണിക്കൂർ. ഇനി ഇവിടെ 2 തരത്തിൽ കോസ്റ്റിനെ കുറിച്ച് റേറ്റ് പറയുന്നുണ്ട്, നിരക്ക് പറയുന്നുണ്ട്. നമുക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? 2 സാധനങ്ങൾ വേണം. ക്വാണ്ടിറ്റിയും വേണം, നിരക്കും വേണം. ഇവിടെ 2 നിരക്കുകൾ പറയുന്നുണ്ട്. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ് നമ്മുടെ എന്ത്? കോസ്റ്റ്. ഇവിടെ റേറ്റ് നമുക്ക് 2 തന്നിട്ടുണ്ട്. ആദ്യം തന്നേക്കുന്ന റേറ്റ് മെറ്റീരിയൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റേറ്റാണ്. ഇവിടുത്തെ മെറ്റീരിയൽ MS റോഡാണ്, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീലിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹80/kg. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ 80/kg ആണ് കിടക്കുന്നത്. kgയിൽ നമുക്ക് മനസ്സിലാവും മാസ് കണ്ടുപിടിക്കേണ്ടി വരും. സോ മൈൽഡ് സ്റ്റീൽ എത്ര ടോട്ടൽ രൂപ ചിലവാകുമെന്ന് അറിയണമെങ്കിൽ മൈൽഡ് സ്റ്റീലിൻ്റെ റേറ്റ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ₹80/kg ആണ് തന്നിരിക്കുന്നത്. സോ kg എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റാണ്. സോ ടോട്ടൽ മാസ് എത്രയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു പേനയുടെ വില അറിയാമെങ്കിൽ നമുക്ക് 10 പേനയായിരുന്നാലും 50 പേനയായിരുന്നാലും വില എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പേനയുടെ വില 5 രൂപയാണെങ്കിൽ 10 പേനയുടെ വില എത്രയായിരിക്കും? 10 × 5 50. അതുപോലെ തന്നെ 1 കിലോഗ്രാമിൻ്റെ വില 80 രൂപയാണെങ്കിൽ 100 കിലോഗ്രാമിൻ്റെ വില എത്രയായിരിക്കും? 80 × 100 8000 രൂപ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ തന്നെ ലേത്തിൻ്റെ ചാർജ് പെർ മണിക്കൂറിനാണ് തന്നിരിക്കുന്നത്, ₹80/മണിക്കൂർ. സോ ഇവിടെ ടോട്ടൽ എത്ര മണിക്കൂറുണ്ട്? 1.5 മണിക്കൂറുണ്ട്. സോ 1 മണിക്കൂറിന് 80 രൂപയാണെങ്കിൽ 1.5 മണിക്കൂറിന് എങ്ങനെ കണ്ടുപിടിക്കും? 1.5 × 80. അത് രണ്ടുമാണ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തേനാണ്, മെറ്റീരിയൽ കോസ്റ്റാണ് നമുക്കിവിടെ പ്രശ്നം വരുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ₹80/kg ആണ്, കിലോഗ്രാമാണ്. കിലോഗ്രാം പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റാണ്. സോ ടോട്ടൽ മാസ് എത്ര വരും? ഈ 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 mm ഡയമീറ്ററും 500 mm നീളമുള്ള ഈ മൈൽഡ് സ്റ്റീലിന് എത്ര ഭാരം ഉണ്ടാവുമെന്ന് ടോട്ടൽ എത്ര ഭാരം ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഡെൻസിറ്റി തന്നിരിക്കുന്നത്. ഭാരം കണ്ടുപിടിക്കാനാണ് ഡെൻസിറ്റി തന്നിരിക്കുന്നത്. ആദ്യത്തെ ലൈൻ നിങ്ങൾ വായിച്ചു നോക്കുക. സോ ഡെൻസിറ്റി സമയം എന്താണ്? മാസ് ബൈ വോളിയം. അവിടെ മാസ് വന്നു. ഇനി അവിടെ നിന്ന് മാസ് സമയം എന്തെന്ന് എഴുതാം നമുക്ക്? നമ്മളിത് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. മാസ് സമയം എന്തെന്ന് എഴുതാം?
ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. സോ മാസ് ഓഫ് എം എസ് റോഡ് സമം ഡെൻസിറ്റി ഇൻറ്റു വോളിയം. നമുക്ക് ഇത് റോഡെന്ന് പറഞ്ഞാൽ എന്താണ്? സിലിണ്ടറാണ്. സോ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല πr²L. അതാണ് ഇവിടെ താഴെ വച്ചിരിക്കുന്നത്. സോ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് തന്നിരിക്കുന്നത് ₹80 പെർ കിലോഗ്രാം ആണ്. സോ ഓരോ കിലോയ്ക്ക് 80 രൂപ എന്നാണ്. സോ ടോട്ടൽ എത്ര കിലോ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാസ് എത്രയാണെന്ന് അറിയണം. മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുള്ളത്? ഡെൻസിറ്റി തന്നിട്ടുള്ളത്. ഡെൻസിറ്റി സമം എന്താണ്? മാസ് ബൈ വോളിയം. ആ ഒരു ഫോർമുലയിൽ നിന്ന് മാസ് സമം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് മാസിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന വോളിയം ഇടത് സൈഡിൽ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ മാസ് സമം ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വോളിയം എന്താണ്? വോളിയം എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് റോഡാണെന്നാണ് പറയുന്നത്, ദണ്ടാണെന്നാണ് പറയുന്നത്. ദണ്ട് എന്തിന് എക്സാമ്പിളാണ്? സിലിണ്ടറിക്കൽ ഷേപ്പിന് എക്സാമ്പിളാണ്, സിലിണ്ടർ ഷേപ്പ് എക്സാമ്പിളാണ്. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? πr²L. ആ πr²L ഉപയോഗിച്ചിട്ട് വോളിയം കണ്ടുപിടിക്കാനാണ് റേഡിയസും ലെങ്ത്തും ഒക്കെ തന്നിരിക്കുന്നത്. റേഡിയസ് എത്രയാണ്? അതിൻ്റെ താഴത്തെ ലൈനിൽ പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആണ്. 2.5 സ്ക്വയർ എടുക്കണം. അതുകൊണ്ടാണ് 2.5 × 2.5 വന്നത്. 50 ആണ് നീളം. സോ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം എത്ര കിട്ടും? 981.875 എന്ന് കിട്ടും. ഈ ലൈനിൽ 981.875 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാസ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഡെൻസിറ്റി അറിയാം, ഇപ്പോൾ വോളിയം അറിയാം. ഡെൻസിറ്റി 7.8 ആണ്. ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ഇതാണ് 981. ഇപ്പോൾ കണ്ടുപിടിച്ചു. അതാണ് അടുത്ത ലൈനിൽ എഴുതിയിരിക്കുന്നത്. സോ അത് ചെയ്യുമ്പോൾ 7659 ഗ്രാം എന്ന് കിട്ടും. കിലോഗ്രാമിലാണ് നമുക്ക് റേറ്റ് തന്നിരിക്കുന്നത് ₹80 പെർ കിലോ എന്നാണ്. സോ ഗ്രാമിലിട്ടാൽ പറ്റില്ല, കിലോഗ്രാമിലോട്ട് വരണം. 1000 കൊണ്ട് ഭാഗിച്ചാൽ മതി. അത് ഭാഗിക്കുമ്പോഴാണ് 7.66 കിലോ എന്ന് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. 7659 ഗ്രാം എന്നേ കിട്ടുള്ളൂ നമുക്ക്. കാരണം ഗ്രാം എന്ന് കിട്ടാൻ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ശ്രദ്ധിച്ച് വായിക്കുക. ഡെൻസിറ്റി യൂണിറ്റ് 7.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. സോ അതിന് ഗുണിക്കുമ്പോൾ നമുക്ക് ഗ്രാമിലാണ് മാസ് കിട്ടുന്നത്. 7659 ഗ്രാം എന്ന് കിട്ടും. അതിന് 1000 കൊണ്ട് ഭാഗിക്കുമ്പോൾ 7.66 അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 7.66 കിലോ എന്ന് കിട്ടും. ഇനി 1 കിലോയുടെ വില 80 രൂപയാണെങ്കിൽ 7.66ൻ്റെ കിലോയുടെ വില എത്രയായിരിക്കും? 80 × 7.66. 1 കിലോയുടെ വിലയാണ് എത്രയും തന്നിട്ടുള്ളത്? 80 രൂപയും തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 7.66 കിലോ ആണ് ഈ 50 mm ഡയമീറ്ററും 500 mm നീളമുള്ള ഈ മൈൽഡ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ റോഡിൻ്റെ ഉള്ളിൽ എത്ര കിലോ ഉണ്ടെന്നാണ്, എത്ര കിലോ മാസ് ഉണ്ടെന്നാണ് പറയുന്നത്? 7.66 കിലോ മൈൽഡ് സ്റ്റീലാണുള്ളത്. സോ 1 കിലോ മൈൽഡ് സ്റ്റീലിൻ്റെ വില 80 രൂപയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 7.66ൻ്റെ ഒരു പേനയുടെ വില 5 രൂപയാണെങ്കിൽ 10 പേനയുടെ വില കൊണ്ടുപിടിക്കാം. 10 × 5 ചെയ്യും. അതുപോലെ തന്നെ 1 കിലോയുടെ വില 80 രൂപയാണെങ്കിൽ 7.66 കിലോയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 7.66 × 80 ചെയ്യും. അത് ചെയ്യുമ്പോഴാണ് 612 രൂപ എന്ന് കിട്ടുന്നത്. ഇനി മെഷീനിങ് കോസ്റ്റ് ഞാൻ പറഞ്ഞു. 1 മണിക്കൂറിന് ലേത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര വേണം? 80 രൂപ വേണം. ഇവിടെ മൊത്തം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. സോ 1.5 × 80 120 എന്ന് കിട്ടും. രൂപയിൽ തന്നെയാണ് അതും കിട്ടുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയലിന് മൈൽഡ് സ്റ്റീൽ, ഈ റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീലാണ്. അതിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റും വേണം, പ്ലസ് അത് മെഷീനിങ് ചെയ്തു. അതായത് അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റി കുറേ മൈൽഡ് സ്റ്റീലിൻ്റെ കുറേ ഭാഗങ്ങൾ മാറ്റി ലേത്ത് മെഷീനിൽ വെച്ച് മെഷീനിങ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ദണ്ടിൻ്റെ രൂപത്തിൽ, റൗണ്ട് രൂപത്തിൽ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ആ ലേത്ത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചിലവുണ്ട്. അത് 120 രൂപയാണ്. അതും കൂടെ കൂട്ടണം. 612 120 രൂപയും കൂടെ കൂട്ടുമ്പോൾ 732.8 രൂപ എന്ന് കിട്ടും. അതിനെ നമുക്ക് 733 രൂപയായിട്ട് കണക്കാക്കാം. 733 രൂപയായിട്ട് എന്ത് ചെയ്യാം? കണക്കാക്കാം. അതാണ് ഇവിടെ വരുന്നത്. സോ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സോ ഇവിടുത്തെ കീ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റ് കണ്ടോ, മെറ്റീരിയൽ കോസ്റ്റ് കണ്ടോ, അത് ₹80 പെർ kg ആണ്.
ആ പെർ കെ ജിയിൽ നിന്നാണ് നമുക്ക് മാസ്സാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഐഡിയ കിട്ടുന്നത്. ടോട്ടൽ മാസ് കണ്ടുപിടിച്ചാലേ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലേത്തിൻ്റെ ചാർജ് ₹80 പെർ മണിക്കൂറിലാണ് വന്നിരിക്കുന്നത്. സോ ടോട്ടൽ എത്ര സമയം പ്രവർത്തിച്ചതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ എൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഐഡിയയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് milling cost of a rectangular block of size 100 × 80 × 60? ഒരു റെക്റ്റാങ്കുലർ ചതുര ആകൃതിയിലുള്ള ഒരു ബോക്സിൻ്റെ രൂപത്തിലുള്ള ഒരു സാധനം. ഓക്കെ, നിങ്ങളുടെ ജോമെട്രി ബോക്സിൻ്റെ രൂപത്തിലുള്ളൊരു സാധനം തന്നെയാണ്. ഓക്കെ, അതിൻ്റെ നീളം, ആ ബോക്സിൻ്റെ നീളം 100 mm ആണ്, വീതി 80 mm ആണ്, അതുപോലെ തന്നെ ഉയരം 60 mm ആണ്. ഇവിടെ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്, ഈ പടത്തിൽ തന്നെ വ്യക്തമായിട്ടത് കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ മില്ലിങ് ചെയ്തിട്ടാണ്, മില്ലിങ് എന്ന് പറഞ്ഞാൽ ലേത്ത് പോലത്തെ വേറൊരു മെഷീനാണ് മില്ലിങ് മെഷീൻ. ആ ലേത്ത് വെച്ചിട്ടാണ് അത് മില്ലിങ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, മില്ലിങ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് ₹2 പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ ക്വസ്റ്റ്യൻ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എൻ്റെ റേറ്റ് തന്നിരിക്കുന്നത്. നോക്കുക, ₹2 പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ SQ.cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SQ.cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ തന്നെയാണ് നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഏരിയയുടെ യൂണിറ്റാണ്. സോ ആ ഒരു ഈ റേറ്റിൽ രൂപ കഴിഞ്ഞിട്ട് സ്ലാഷ് കഴിഞ്ഞിട്ട് എന്താണ് കിടക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവിടെ കിടക്കുന്നത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കും. നേരത്തെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റിൽ ₹80 പെർ kg എന്ന് നടന്നത്, അതുകൊണ്ട് ആ kg മാസിൻ്റെ യൂണിറ്റ് ആണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? ടോട്ടൽ മാസ്സാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൻസിറ്റി തന്നിരുന്നതെന്ന് കഴിഞ്ഞ കണക്കിൽ മനസ്സിലാക്കിയത്. ഡെൻസിറ്റിയുടെ ഫോർമുല ഉപയോഗിച്ചിട്ട് മാസ് കണ്ടുപിടിച്ചു. ഡെൻസിറ്റിയുടെ ഫോർമുല ഉപയോഗിച്ചിട്ട് മാസ് കണ്ടുപിടിക്കുമ്പോഴാണ് വോളിയം കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. സോ ഡെൻസിറ്റിയുടെ ഫോർമുല ഉപയോഗിച്ചാണ് മാസ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റിയുടെ ഫോർമുല ഉപയോഗിച്ച് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ വോളിയം അറിയണമായിരുന്നു. ആ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഡെൻസിറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ മാസ് കിട്ടും. ആ മാസിനെ എടുത്ത് നിരക്കുമായിട്ട് ഗുണിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ എന്ത് കിട്ടിയത്? മെറ്റീരിയൽ കോസ്റ്റ് കിട്ടിയത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് /SQ.cm അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുടെ യൂണിറ്റ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത് എന്താണ്? ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണം. ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആദ്യം അതിന് മുമ്പായിട്ട് തന്നേക്കുന്ന സാധനങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ലെങ്ത്ത് 100 mm ആണ്, ബ്രെഡ്ത്താണ് 80 mm ആണ്, ഹൈറ്റ് h 60 mm ആണ്. ഇവിടെ റേറ്റിൻ്റെ അകത്ത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി 10 കൊണ്ട് ഭാഗിച്ചാൽ മതി. 100 mm എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്, 80 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആണ്, 60 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണ്. കോസ്റ്റ് ഓഫ് മില്ലിംഗ് ഈസ് ₹2 പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. അവിടെ സെൻറ്റിമീറ്റർ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം സെൻറ്റിമീറ്ററിലോട്ട് മാറ്റേണ്ടി വന്നത്. ഇനി ടോട്ടൽ സർഫേസ് ഏരിയ അടുത്ത ലൈനിൽ നോക്കുക. റെക്റ്റാങ്കുലർ ബോക്സ്, ഒരു റെക്റ്റാങ്കുലർ ബോക്സ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ആദ്യത്തെ വർഷം പഠിച്ചിട്ടുണ്ട്, മെൻസുറേഷൻ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × LB + BH + HL, 2 × നീളം ഗുണം വീതി പ്ലസ് വീതി ഗുണം പൊക്കം പ്ലസ് പൊക്കം ഇൻറ്റു നീളം. ഓക്കെ, LBH, എല്ലിനെ ബീനെ ആദ്യം ഗുണിക്കണം, അടുത്ത് ബീനെ ഹെച്ചിനെ ഗുണിക്കണം, അടുത്ത് ഹെച്ചിനെയും എല്ലിനെയും ഗുണിക്കണം. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഏരിയ എത്രയെന്ന് കിട്ടും? 376 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ മുഴുവൻ ഏരിയ എത്രയാണ്? ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ മുഴുവൻ ഏരിയ കിട്ടും 376 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 2 രൂപ വെച്ചാണ് ചിലവാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ₹2 പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 376 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. 2 രൂപ വെച്ച് ടോട്ടൽ എത്ര ആകുമെന്ന് അറിയണമെങ്കിൽ ഗുണിച്ചാൽ മതി. 376 × 2 എന്ന് ഗുണിച്ചാൽ മതി. അതാണ് ഇവിടെ ആൻസർ എന്ന് കിട്ടുന്നത്. 752 രൂപയെന്ന് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ലേബർ ചാർജ് ഫോർ മേക്കിംഗ് ഇൻസൈഡ് സ്ക്വയർ ഓഫ്. ഇതിൻ്റെ അകത്തൊരു സ്ക്വയർ ഉണ്ട്,
2 സ്ക്വയർ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സ്ക്വയർ ഹോളാണെന്നാണ് തോന്നുന്നത്. അത് 30 × 30 mm ആണ്. അതായത് അതിൻ്റെ സൈഡ് എത്രയാണ്? ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരമാണ്, 4 സൈഡ് തുല്യമാണ്. 4 സൈഡിൻ്റെ നീളം എത്രയായിരിക്കും? 30 mm ആണ്. ഇഫ് മേക്കിംഗ് ചാർജ് ഈസ് ₹500 per 10 cm². ഈ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഗതി നിയന്ത്രിക്കുന്ന പോയിന്റ്. ഇവിടെ നിരക്ക് തന്നിരിക്കുന്നത് ₹500 per 10 cm². സ്ലാഷ് കഴിഞ്ഞിട്ട് 10 cm² ആണ് എടുക്കുന്നത്. ഇവിടെയും cm² എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? ഏരിയയുടെ യൂണിറ്റാണ്. സോ അതുകൊണ്ട് ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ 500 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. സോ അതിന് മുമ്പായിട്ട് ഇവിടെ 1-2 കാര്യങ്ങൾ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. ആദ്യം തന്നേക്കുന്ന കാര്യം എടുത്തെഴുതുക. സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 mm ആണ്. നിരക്ക് cm² തന്നിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ 30 mm നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 3 cm എന്ന് കിട്ടും. ഇനി മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈൻ ശ്രദ്ധിക്കുക. മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ₹500 per 10 cm² ആണ്. അതായത് ഓരോ 10 cm² ഏരിയ ഉണ്ടാക്കാൻ വേണ്ടി 500 രൂപ വെച്ച് ചിലവാകും. സോ 10 cm², ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ. സോ 10 cm² ഏരിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 രൂപ ചിലവാകും. അങ്ങനെയാണെങ്കിൽ 1 cm² ഏരിയ ചിലവാക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയായിരിക്കും ആവുന്നത്? 50 രൂപയായിരിക്കും ആവുന്നത്. സോ 1 cm² കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപ ആയാൽ 10 cm² കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവുള്ളൂ? 500 രൂപ ആവുള്ളൂ. 500 10 ചെയ്യുന്നതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, 1 cm² കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവും? 50 രൂപയാവും. സോ അതാണ് ഇവിടുത്തെ പോയിന്റ്. സോ അവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RS 500 per 10 cm² എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ വേറെ രീതിയിൽ അതിനെ എഴുതുന്നു. ₹550 per cm². ഇവിടെ വ്യത്യാസം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ 2 സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത് രണ്ടും ഒരേ സംഭവം തന്നെയാണ്, ജസ്റ്റ് ഞാൻ മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. ആദ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹500 രൂപയാണ് 10 cm² ഉണ്ടാക്കാൻ വേണ്ടി. 10 cm² ഉണ്ടാക്കാൻ വേണ്ടി 500 രൂപയാണെങ്കിൽ 1 cm² ഉണ്ടാക്കാൻ വേണ്ടി 50 രൂപയായിരിക്കും ചിലവ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട. സമചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സൈഡിൻ്റെ സ്ക്വയർ എടുത്ത്. ഇവിടെ സൈഡ് എത്രയാണ്? 3 ആണ്. 3 × 3, 3ൻ്റെ സ്ക്വയർ 9 cm². സോ നമുക്ക് ഉണ്ടാക്കേണ്ട ഹോള്, അകത്തുള്ള ആ സ്ക്വയർ ഷേപ്പിലുള്ള ഹോളിൻ്റെ ഏരിയ കിട്ടി 9 cm². ടോട്ടൽ ലേബർ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 9 × 50. 1 cm² ഉണ്ടാക്കാൻ വേണ്ടി 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 9 cm² ഉണ്ടാക്കാൻ വേണ്ടി 9 × 50 എത്രയാണ്? 450 രൂപയാവും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. റേറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ക്വസ്റ്റ്യനിലെ റേറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. റേറ്റ് തന്നേക്കുന്നതിൽ നിന്നാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ റേറ്റ് പെർ cm²ലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് പെർ കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് പെർ മണിക്കൂറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ടോട്ടൽ എത്ര മണിക്കൂർ ജോലി ചെയ്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ റേറ്റ് പെർ cm³ തന്നിരുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ എത്ര വോളിയമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. സോ റേറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, റേറ്റ് പെർ, ഒന്നും കൂടെ ഞാൻ പറയാം. റേറ്റ് പെർ കിലോഗ്രാമിനാണ് പറയുന്നതെങ്കിൽ മാസ് കണ്ടുപിടിക്കേണ്ടി വരും. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി തന്നിരിക്കും. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി മിക്കവാറും ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി തന്നിരിക്കും. അതുപോലെ തന്നെ cm² തന്നിരിക്കുന്നതെങ്കിൽ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ പെർ മണിക്കൂർ എന്ന് പറയുകയാണെങ്കിൽ സമയമായിരിക്കും. ടോട്ടൽ സമയം എത്രയാണെന്നാണ് അവിടെ നോക്കേണ്ടത്. സോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.